തന്നെ കാണാൻ വന്ന ഒരു വ്ളോഗറെ തെറി വിളിച്ചുകൊണ്ട് രേണുസുതി വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ രേണുസുതി ആരെയും ഒന്നും പറയില്ല, അവരവരുടെ ജോലി ചെയ്ത് ജീവിക്കുന്നു എന്നൊക്കെയാണ് എല്ലാവരുടെയും അങ്ങോട്ട് തള്ളൽ. അപ്പം ആരെയും ഒന്നും പറയാത്ത പാവൻ രേണുസുതിയുടെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതായത് ഇന്ന് എനിക്ക് ചേർത്തല ഹിതിക ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ടോ എനിക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം അവരെല്ലാം വന്ന് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരു വ്ളോഗർ, അതായത് എന്നെ നെഗറ്റീവ് അടിക്കുന്നത് SP വ്ളോഗ് എന്ന് കണ്ടാൽ തോന്നുന്നു അവരുടെ പേര്. എനിക്ക് അവരുടെ പേര് പോലും അറിയില്ല. ഞാൻ സത്യമായിട്ട് ഞാനിപ്പം എൻ്റെ സുഹൃത്ത് സജന ചേച്ചിയോടാണ് ചോദിച്ചത് അവരുടെ പേരെന്തുവാന്ന് പോലും. ആ വ്ളോഗിൻ്റെ ഇങ്ങനെ മാറ്റി പോകുമ്പോഴത്തേന് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതാണ് എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കുന്നവർ. നാണമുണ്ടോ SP വ്ളോഗിലെ ആ പുള്ളിക്കാരിക്ക്? നാണവും മാനവും ഉണ്ടോ? കാരണം വെച്ചാൽ നാണവും മാനവും ഉണ്ടോ എന്നാണ് രേണുസുതിയുടെ ചോദ്യം. എന്തിന്? മാസ്ക് ഒക്കെ വെച്ച് കാണാൻ വന്ന് വീഡിയോ എടുത്തതിന് നാണവും മാനവും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവർ ഒരു മുറിക്കകത്തിരുന്ന് മൊബൈൽ വെച്ചിട്ട് എന്നെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മുറിക്കകത്തിരുന്ന് കുറ്റം പറയുന്നതാണ് നമ്മുടെ ആർട്ടിസ്റ്റിന്റെ രോദനം. അപ്പോൾ ഈ ആർട്ടിസ്റ്റ് വീഡിയോ ചെയ്യുന്നത് എവിടെ ഇരുന്നാ? അവരുടെ ഹാളിലെ സെറ്റിയിൽ ഇരുന്നാണ് ഈ ഒരു വീഡിയോ ഇപ്പം ചെയ്യുന്നത്. അവർക്ക് ഒരു മറുപടി കൊടുക്കുകയാണ്, ആ വ്ളോഗർക്ക് ഒരു മറുപടി കൊടുക്കുന്നത് ഒരു ഹോളിലാണ്. അപ്പോൾ റിനാസുന ഹോളിലും ആ വ്ളോഗർ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒരു റൂമിൽ ഇരിക്കുന്നതെന്നാണ് പുള്ളിക്കാരിയുടെ പരാതി. ഇപ്പം എൻ്റെ ഒരു ഇനോഗ്രേഷന് പാത്തും പതുങ്ങി മാസ്ക് വെച്ചിട്ട് വന്നിട്ട് എൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഇവർ പറയാം തുടക്കം ഇങ്ങനെയാണ്. ഞാനിങ്ങനെ തുടക്കം കണ്ട് ഒരു ഇനോഗ്രേഷൻ നടക്കുമ്പോഴത്തേക്ക് പാത്തും പതുങ്ങിയൊന്നും ആർക്കും വരേണ്ട കാര്യമില്ല, എല്ലാവർക്കും ക്ഷണമുണ്ടാവും. കാരണം ഒരു ഇനോഗ്രേഷനൊക്കെ ആകുമ്പോഴത്തേക്ക് നാട്ടിൻപുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അനൗൺസ്മെന്റ് ഉണ്ട്, പിന്നെ നോട്ടീസ് അടിച്ചിറക്കും, അതുപോലെ തന്നെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ ഫോൺ വഴിയൊക്കെ വിളിക്കും, അങ്ങനെയൊക്കെ വിളിക്കും. ഇപ്പം നമ്മുടെ സ്ഥലത്ത് ഒരു ഇനോഗ്രേഷൻ വന്നാൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം, എല്ലാവർക്കും ചെല്ലാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഇനോഗ്രേഷൻ വെക്കുന്നത്. എന്നാൽ പിന്നെ ആരെയും അറിയിക്കാതെ അങ്ങ് വിളിച്ചു വരുത്തി ഇനോഗ്രേറ്റ് ചെയ്താൽ പോരെ? എന്തിനാണ് ഈ കൊട്ടിഘോഷിക്കുന്നത്? ആള് കൂടാൻ വേണ്ടിയിട്ട്. അപ്പൊ വേറൊന്നുമല്ല, നെഗറ്റീവ് അടിക്കുന്നവർ വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഈ രണാസുനയെ ഇനോഗ്രേഷന് വിളിക്കുന്നവർ ആദ്യം ഒരു കാര്യം ചെയ്യണം. രണാസുനയെ സപ്പോർട്ട് ചെയ്യുന്നവരും പോസിറ്റീവ് പറയുന്നവരും മാത്രമേ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാവൂ എന്ന് ഈ ഷോപ്പ് ഉടമകൾ ഒരു നോട്ടീസ് ആദ്യം അച്ചടിച്ചിറക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ഈ നെഗറ്റീവ് പറയുന്നവരാരും ആ പരിസരത്തേ വരരുതെന്ന് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് വെക്കണം നോട്ടീസിൽ. രേണുസുതി വലിയ ആളൊന്നും ആകെ ഇച്ചിരിയേ ഉള്ളൂ. ഈ ബ്ലോഗിലെ ചേച്ചിക്ക് ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ രേണുസുതി വന്നപ്പോൾ ആളില്ലെന്ന്. അയ്യോടാ പാവം ചേച്ചി, കുറച്ച് ആളിനെ കൂട്ടാൻ വരാണ്ട് രേണുസുതിയെ കാണാൻ വേണ്ടിയിട്ട്. അതെ, അതാണ് പ്രശ്നം. ആളില്ലെന്ന് പറഞ്ഞു പോലും. ഈ SP വ്ളോഗ് ഒരു വ്ളോഗറാണല്ലോ, SP വ്ളോഗർ എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ് ഈ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരി അതിനകത്ത് പറയുന്നുണ്ട് പ്രത്യേകിച്ച് അവിടെ ആളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ വേണ്ടത്ര മീഡിയക്കാരെയും കൊണ്ടാണ് രണാസുന ഇനോഗ്രേഷനൊക്കെ വരുന്നത്. പിന്നെ വേറെ ആരും അവിടെ കൂടിയില്ല എന്നുള്ളതാണ് ഈ വ്ളോഗർ എടുത്തു പറഞ്ഞത്. അത് പക്ഷെ നമ്മുടെ ആർട്ടിസ്റ്റിന് പിടിച്ചില്ല. രേണുസുതി ഇഷ്ടമുള്ളവർ എവിടെയാണല്ലോ വന്നിരിക്കും, മനസ്സിലായോ? ചേച്ചി പറഞ്ഞ പോലെ തടിച്ചുകൂടി ആൾ വരെ രേണുസുതി വലിയ സെലിബ്രേറ്റ് ഒന്നും അല്ല. രേണുസുതി സാധാരണക്കാരിയാണ്. അങ്ങനെ പക്ഷെ നടപ്പും പാവവും അങ്ങനെയല്ലല്ലോ. സാധാരണക്കാരിയായിട്ടല്ലല്ലോ നടപ്പും പാവവും ഈ കുറച്ച് ചാനലുകാരെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അവരങ്ങോട്ട് പറയുന്ന സാധാരണക്കാരെ പോലെ ഭക്ഷണം കഴിക്കുന്ന രേണുസുതി, സാധാരണക്കാരെ പോലെ ഡോറ് തുറക്കുന്ന രേണുസുതി, എന്തൊക്കെയാണല്ലോ ഹെഡിങ് ഒക്കെ കൊടുത്ത് അങ്ങോട്ട് എഴുന്നള്ളിക്കുന്നത്. അപ്പം അതിനെ കാണുമ്പോഴത്തേക്ക് ഇപ്പം ഞാനായാലും വരുമ്പോഴത്തേക്ക് ഇവർ കൊടുക്കുന്ന ഹെഡിങ് എങ്ങനെയാണ്? ആരാധകരങ്ങോട്ട് തടിച്ചു കൂടി എന്നൊക്കെയാണ് കൊടുക്കുന്ന ഹെഡിങ്. അപ്പം നോക്കുമ്പോൾ ആരുമില്ല. അപ്പം അവരത് വീഡിയോയിൽ പറഞ്ഞു, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്താണ് ഇത്ര പൊള്ളിയോ? ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ട് കേട്ടല്ലോ. ചേച്ചി കൂടുതൽ ചേച്ചി ഇപ്പം വന്നിട്ട് മാസ്ക് വെച്ച് പാത്തും പതുങ്ങി എൻ്റെ ഫോട്ടോയും വീഡിയോ എടുത്തല്ലോ. ചേച്ചിക്ക് നാണമുണ്ടോ? ചേച്ചി ഒരു 10 പേരും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റാമോ? SP വ്ളോഗ് ചേച്ചി. ഹലോ ഗീസ്, എല്ലാവർക്കും. അപ്പം മാസ്ക് വെച്ചത് രണാസുനയെ കാണാൻ വന്നത് പേടിച്ചിട്ടൊന്നുമല്ല. ഈ മാസ്ക് വെക്കുന്നത് ഇപ്പോഴത്തെ ഈ റോഡ് പണി ആയത് കാരണം ഞങ്ങളൊക്കെ പുറത്തോട്ട് വെറുതെ അടുത്തൊരു കടയിൽ പോയാലും മാസ്ക് വെച്ചിട്ടേ പോകത്തുള്ളൂ. കാരണം അത്രയ്ക്ക് പൊടിയാണ് റോഡിൽ. അപ്പം ഈ പൊടി അടിക്കുന്നത് അലർജി ഉള്ളവർ മാസ്ക് വെക്കും, അല്ലാത്തൊരു മാസ്ക് വെക്കാതെ നടക്കും. അതാണോ ഇപ്പം ഇത്ര? അവർക്കൊരു മാസ്ക് വെക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? നിങ്ങളിപ്പം നിങ്ങൾക്ക് തോന്നിയ കാര്യം നിങ്ങൾ വന്ന് റിയാക്ട് ചെയ്ത്, അതുപോലെ മറ്റുള്ളവർക്കും റിയാക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പം രേണുസുതി ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ആ ഒരു വീഡിയോ ഈ പുള്ളിക്കാരി എടുത്തിട്ടുണ്ട്. അതും കൂടി അവരങ്ങ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതാണ് ഇത്ര അങ്ങ് പൊള്ളിപ്പോയത്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ രേണുസുതി വന്നിറങ്ങുന്നു. ആ വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്ന ഫുള്ള് മീഡിയക്കാരാണ്.
കേട്ടോ. അല്ലാതെ ഇവരെ അങ്ങ് ഒരു നോക്ക് കാണാനായിട്ട് തിക്കോ തിരക്കോ ഒന്നും തന്നെയില്ല. മീഡിയക്കാർ തന്നെയാണ് ഈ തിക്കും തിരക്കും ഉണ്ടാക്കുന്നത്. കാരണം അത് അടുത്ത് നിന്ന് കണ്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. ഇത്രയും നാളും നമ്മൾ ഇവരുടെ ഓരോ കാര്യം പറഞ്ഞത് നേരിട്ട് കണ്ടിട്ടല്ല, പക്ഷേ ഇപ്പോ ഇത് നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. ആ മീഡിയക്കാരാണ് ഫുൾ ഈ നിൽക്കുന്നത് മൊത്തം മീഡിയക്കാരാണ്. അതിന്റെ ഓണർക്ക് പോലും അതിനകത്തേക്ക് ഒന്ന് കയറാനായിട്ട് എന്തോരം പാടായിരുന്നു എന്നറിയാം. കാരണം ഓൺലൈൻ ചാനലുകാരാണ് ഇവരുടെ എന്താ പറയാ വീഡിയോസ് എടുക്കാനും ബൈക്സ് എടുക്കാനും വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂട്ടിയത്, അല്ലാതെ സാധാരണ ജനങ്ങളല്ല. അറിഞ്ഞു തന്നെ. അപ്പൊ കണ്ടല്ലോ, ഈ ഒരു വീഡിയോ ഇട്ടതാണ് ഇവർക്ക് ഇത്രയധികം പൊള്ളിപ്പോയത്. കാരണം ഇനോഗ്രേഷൻ ചെയ്യാൻ വന്നപ്പോൾ അവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല എന്ന് ഇവർ പറഞ്ഞു, ബ്ലോഗിൽ പറഞ്ഞു. പിന്നെ ആ ഷോപ്പിന്റെ ഓണറും ബന്ധുക്കളും അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മീഡിയക്കാരുമായിട്ടാണ് ഇവർ വന്നത്. ആ മീഡിയക്കാരുടെ തിരക്കാണ് നമ്മൾ ഈ കാണുന്നത് എന്ന് ഇവരെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇത്ര പൊള്ളാനുള്ള കാര്യം. പിന്നെ വീഡിയോയിൽ ഇച്ചിരിയേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, ആകെ ഇത്തിരിയേ ഉള്ള ഞാൻ എന്നൊക്കെ പല വീഡിയോയിലും പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം മറ്റൊരാളത് പറഞ്ഞപ്പോൾ ഇത്ര പൊള്ളാൻ എന്താ? പിന്നെ മേക്കപ്പ് ഇട്ടുകൊണ്ട് വന്നെന്ന് പറഞ്ഞതിൽ എല്ലാവരും പറയുന്ന കാര്യമല്ലേ, മേക്കപ്പ് ഇട്ടുകൊണ്ടല്ലേ വന്നത്. പിന്നെ ഈ വീഡിയോ ചെയ്തവരെ ഒരുപാട് പേര് നെഗറ്റീവ് അടിക്കുന്നുണ്ട്, അപ്സരസ് പൂലോക സുന്ദരി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടവരോടും ഇവരെ അപ്സരസ് ആണ് ഇവർ സുന്ദരിയാണോ എന്നൊക്കെ ചോദിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്ത ഇവരുടെ സപ്പോർട്ടർമാരുണ്ട്. അവരോടും കൂടി ഞാനൊരു കാര്യം പറയാം. ഈ വീഡിയോ ചെയ്യുന്ന SP ബ്ലോഗർ എന്ന് പറയുന്ന ആ സ്ത്രീ, ആ ലേഡി, അവർ മേക്കപ്പ് ഇടാതെയാണ് ആ ഒരു വീഡിയോ ചെയ്യുന്നത്. അവരൊരു ലിപ്സ്റ്റിക്ക് പോലും ഇട്ടിട്ടില്ല. ഈ പറയുന്ന ഞാൻ പോലും വീഡിയോ ചെയ്യുമ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ടാണ് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന എല്ലാവരും ഒരു മീഡിയയ്ക്ക് മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ആ പുള്ളിക്കാരി ഒരു കണ്ണെഴുതുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലിപ്സ്റ്റിക്ക് ഇടുകയോ ഫൗണ്ടേഷൻ ഇടുകയോ ഐഷാഡോ ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് അവർ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെയാണ് ഒറിജിനൽ സൗന്ദര്യം. അവർക്ക് എന്തും പറയാം, വേറെ ആരും ഓരോ അഭിപ്രായവും പറയരുത്. ഇവരെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടതിനാണ് ഇത്രയധികം വന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അവർക്ക് റിയാക്ട് ചെയ്യാം. അവർക്ക് മുറിക്കുള്ളിൽ ഹോളിലിരുന്ന് അവർക്ക് വീഡിയോ ചെയ്യാം. നമ്മൾക്ക് മുറിക്കുള്ളിൽ 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്നതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെന്നേ. ഇവർക്കൊക്കെ എന്തു വേണമെങ്കിലും വിളിച്ചു പറയാം, നമുക്ക് മാത്രം അതാണ് അവസ്ഥ.